മിക്സഡ് റീറ്റെയിൽ സെയിൽസ് ഡേറ്റയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 0.12%, S&P 0.25%, നാസ്ഡാക്ക് 0.03% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. യൂറോപ്യൻ മാർക്കറ്റും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്ട്രോങ് റിക്കവറിയാണ് കാണിച്ചത്. ഫഡ്സ് 0.60%, CAC 0.75%, ഡാക്സ് 0.35% അപ്സൈഡിൽ ക്ലോസിംഗ് നൽകി. ഏഷ്യൻ മാർക്കറ്റുകളും കഴിഞ്ഞ ദിവസം ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. നിക്കി 225 1%, സ്ട്രേറ്റ് ടൈംസ് 0.13%, തൈവാൻ ഇൻഡെക്സ് 1.15%, കൊറിയൻ ഇൻഡെക്സ് 0.72% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 80 പോയിന്റ് ഹയർ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വീക്ക് റീറ്റെയിൽ സെയിൽസ് ഡേറ്റയുടെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. മാർക്കറ്റ് 0.2% വർധനവാണ് റീറ്റെയിൽ സെയിൽസ് ഡേറ്റയിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ 0.1% വർധനവ് മാത്രമേ റീറ്റെയിൽ സെയിൽസിൽ കാണാൻ സാധിച്ചുള്ളൂ. ഇയർ ഓൺ ഇയറിൽ റീറ്റെയിൽ സെയിൽസ് 2.3% ഉയർന്നു. കഴിഞ്ഞ ദിവസത്തെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസിനേക്കാൾ മികച്ച പെർഫോമൻസാണ് ഇന്ത്യൻ മാർക്കറ്റ് കാഴ്ചവെച്ചത്. നിഫ്റ്റി 0.30% ഉയർന്ന് 23,579 എന്ന പുതിയ റെക്കോർഡ് ഹൈയിലേക്കെത്തി. ടൈറ്റാൻ പവർ ഗ്രിഡ് പോലുള്ള സ്റ്റോക്കുകളുടെ സൂപ്പർ പെർഫോമൻസാണ് മാർക്കറ്റിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലും കഴിഞ്ഞ ദിവസം ഡീസൻ്റ് റിക്കവറി വരുന്നിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ 2,569 കോടിയുടെ ബൈയിങ് നടത്തുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,555 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. വരും ദിവസങ്ങളിലും മാർക്കറ്റ് പോസിറ്റീവ് ടെറിട്ടറിയിൽ തന്നെ തുടരും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. 4 ദിവസമായി മാർക്കറ്റ് ഹയർ ഓൺ ഹൈ എന്ന രീതിയിലുള്ള പാറ്റേൺ ഫോർമേഷനാണ് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ മാർക്കറ്റിൽ ബയേഴ്സിന് അനുകൂലമായ രീതിയിൽ വോളറ്റിലിറ്റി അല്ലെങ്കിൽ വിക്സ് ഡ്രോപ്പ് ആവുകയും ചെയ്തു. വിക്സ് 13 താഴെ എത്തിയത് മാർക്കറ്റിൽ ബയേഴ്സിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. വരും ദിവസങ്ങളിൽ 23,500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 23,800, 24,000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം 23,500, 23,400 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും പ്രവർത്തിക്കുക. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് കൽപ്പത്താരു പ്രോജക്റ്റ് ഇൻ്റർനാഷണൽ. കൽപ്പത്താരു പ്രോജക്റ്റ് ഇൻ്റർനാഷണൽ എന്ന കമ്പനി 8 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂൺ 28, ഡിവിഡൻഡിൻ്റെ പേ ഔട്ട് ഡേറ്റ് ഓഗസ്റ്റ് 13. കൽപ്പത്താരു പ്രോജക്റ്റ് ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് കസ്റ്റംസിൻ്റെ സൈഡിൽ നിന്നും 175 കോടി രൂപയുടെ പെനാൽറ്റി ലഭിച്ചു എന്നുള്ളതും മറ്റൊരു പ്രധാന അപ്ഡേറ്റാണ്. താരിഫ് ലഭിക്കുന്നതിന് വേണ്ടി കമ്പനി ചില പ്രൊഡക്റ്റുകൾ മിസ്ക്ലാസിഫിക്കേഷൻ നടത്തി ഇമ്പോർട്ട് ചെയ്തു എന്നാണ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് 84.40 ലക്ഷം രൂപയുടെ കസ്റ്റം ഡ്യൂട്ടിയും 84.40 ലക്ഷം രൂപയുടെ പെനാൽറ്റിയും 7.86 ലക്ഷം രൂപയുടെ അഡീഷണൽ പെനാൽറ്റിയും കമ്പനി നൽകേണ്ടി വരും. ഫണ്ട് റൈസ് പോയിൻ്റ് ഓഫ് വ്യൂ പല കമ്പനികളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഫണ്ട് റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ജൂൺ 21 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. QIP വഴിയോ പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴിയോ റൈറ്റ് ഇഷ്യൂ വഴിയോ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയോ ഉള്ള ഫണ്ട് റൈസ് ആണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്ലാൻ ചെയ്യുന്നത്. അമി ഓർഗാനിക്സ് എന്ന കമ്പനിയും ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ജൂൺ 21 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ബെക്ടേഴ്സ് ഫുഡ് എന്ന കമ്പനി ജൂൺ 24 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുന്നത് ഫണ്ട് റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി. കൂടാതെ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന കമ്പനിയുടെ ഫണ്ട് റൈസ് ചെയ്യാനുള്ള തീരുമാനത്തെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിൽ നിന്നും ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ് ബിർള കേബിൾ എന്ന സ്റ്റോക്ക്. ബിർള കേബിളിൻ്റെ സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബറിന് മുകളിൽ യൂറോപ്യൻ കമ്മീഷൻ 8.7% പ്രൊവിഷണൽ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പിലേക്ക് സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബിർള കേബിൾ എന്ന കമ്പനി. അപ്പാർ ഇൻഡസ്ട്രീസ്, പോളിക്യാബ്, ബിർള കേബിൾ തുടങ്ങിയ പല പ്രമുഖ കമ്പനികളുടെയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് മുകളിൽ കഴിഞ്ഞ ദിവസമാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രൊവിഷണൽ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്നോമാൻ ലോജിസ്റ്റിക് എന്ന കമ്പനിയുടെ പ്രൊമോട്ടറായ ഗേറ്റ്വേ ഡിസ്ട്രിപാക്സ് എന്ന കമ്പനി സ്നോമാൻ ലോജിസ്റ്റിക്കിൻ്റെ 0.18% സ്റ്റേക്കുകൾ അക്വയർ ചെയ്ത് സ്നോമാൻ ലോജിസ്റ്റിക്കുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 45.98% ഉയർത്തിയിട്ടുണ്ട്.
കോട്ടക് ബാങ്കിൻ്റെ സബ്സിഡറി കമ്പനിയായ കോട്ടക് ജനറൽ ഇൻഷുറൻസിൻ്റെ 70% സ്റ്റേക്കുകൾ സൂരിച്ച് ഇൻഷുറൻസ് കമ്പനി അക്വയർ ചെയ്തു. ഇതുവഴി കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി എന്ന സ്ഥാനം കോട്ടക് ജനറൽ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടക് ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കിന് 30% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ നെറ്റ്വെബ് ടെക്നോളജി സിംഗിൾ ആൻഡ് ഡ്യുവൽ സോക്കറ്റ് സെർവർ പ്ലാറ്റ്ഫോംസിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി 4th Gen AMD EPYC പ്രോസസ്സർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നെറ്റ്വെബ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് രാജു എഞ്ചിനീയേഴ്സ് എന്ന സ്റ്റോക്കാണ്. ബോണസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ജൂൺ 24 വിളിപ്പിച്ചിട്ടുണ്ട്. രാമ പേപ്പർ മിൽസ് എന്ന കമ്പനി കടന്നുപോകുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ടാറ്റ ടെക്നോളജിയും മൈക്രോസോഫ്റ്റും തമ്മിൽ പാർട്ണർഷിപ്പിൽ അല്ലെങ്കിൽ കൊളാബറേഷനിൽ നടത്തുന്ന ഇന്നോവേറ്റ് ഹാക്കത്തോൺ കൊളാബറേഷൻ അതിൻ്റെ സെക്കൻഡ് ഫേസ് ലോഞ്ച് ചെയ്തു. ഭാരത് ഫോർജ് എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ഭാരത് ഫോർജ് അമേരിക്കയിൽ ഭാരത് ഫോർജ് $40 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചു. അലൂമിനിയം ഫോർജിംഗ് ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഭാരത് ഫോർജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്